Hi students, welcome to Civil Tips PSC. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണാനായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ നിമ്മിയിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസറും നിമ്മിയിലുള്ള പോയിൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഓപ്പറേഷൻ ഓഫ് റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഏദറിങ് ടു അയൺ ഓർ ഈസ്. ഏതാണ് ദ ഓപ്പറേഷൻ ഓഫ് റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷനിൽ റോസ്റ്റിംഗ് ഉണ്ട്, കാൽസിനേഷൻ ഉണ്ട്, സ്മെൽറ്റിംഗ് ഉണ്ട്, ഡ്രസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ഡ്രസ്സിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഏതിൻ്റെയൊക്കെ പ്രോസസ്സാണ്? നമ്മുടെ അയൺ ഓറിൽ നിന്നും അയണിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നതിനുള്ള പ്രോസസ്സാണ്. ഏതൊക്കെയാണ്? ഡ്രസ്സിംഗ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് ഏതൊക്കെയാണ്? ഡ്രസ്സിംഗ് ഉണ്ട്, അതുപോലെ കാൽസിനേഷൻ ഉണ്ട്, ദെൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഓക്കെ, കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് ഉണ്ട്, ദെൻ സ്മെൽറ്റിംഗ് ഉണ്ട്. ഓക്കെ, സ്മെൽറ്റിംഗ് അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ അയൺ ഓറിൽ നിന്നും അയൺ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മെൽറ്റിംഗ് നമ്മൾ ഏതിലാണ് ചെയ്യുന്നത്? മെൽറ്റിംഗ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മെൽറ്റിംഗ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലാസ്റ്റ് ഫർണൈസിൽ നമുക്ക് മെൽറ്റിംഗ് ചെയ്യുന്നതിലൂടെ ബ്ലാസ്റ്റ് ഫർണൈസിൽ നമുക്ക് എന്തോന്നാണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? പിഗ് അയൺ ആണ്. ഓക്കെ, പിഗ് അയൺ ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഈ ഒരു അയൺ ഓറിനെ അയണാക്കി മാറ്റുന്നത് ഏതിലാണ്? മെൽറ്റിംഗ് അല്ലെങ്കിൽ സ്മെൽറ്റിങ്ങിലാണ്. സ്മെൽറ്റിംഗ് അല്ലെങ്കിൽ മെൽറ്റിങ്ങിലാണ് നമ്മൾ അയൺ ഓറിനെ അയണാക്കി മാറ്റുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ഏത് ഫർണൈസിലാണ് നടക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണൈസിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? പിഗ് അയൺ ആണ്. ഓക്കെ, പിഗ് അയൺ ആണ് നമുക്ക് അതിലൂടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഔട്ട്സൈഡ് വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഡോർ ഫ്രെയിം ഈസ് കോൾഡ്. ഓക്കെ, ഔട്ട്സൈഡ് വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഡോർ ഫ്രെയിം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ സില്ലുണ്ട്, പോസ്റ്റ് ഉണ്ട്, ഹെഡ് ഉണ്ട്, ട്രാൻസം ഉണ്ട്. ഓക്കെ, ഏതാണ്? വെർട്ടിക്കൽ മെമ്പർ ഓഫ് ഡോർ ഫ്രെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, പോസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡോർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഈ ഒരു ഇങ്ങനെയാണ് ഡോർ ഫ്രെയിം വരുന്നത്. ഇതിൽ ഈ പോർഷന് നമ്മൾ എന്തോന്ന് പറയുന്നു? ഈ പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഹെഡ് എന്ന് പറയുന്നു. ഓക്കെ, ഈ പോർഷനാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റ് ആയിട്ട് വരുന്ന പോർഷൻ. ദെൻ ഈ പോർഷൻ നമ്മൾ എന്തോന്ന് പറയുന്നു? ഈ പോർഷനാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഹോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോർഷനാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോസ്റ്റിനെ നമ്മൾ വാളിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഹോൾഡ് ഫാസ്റ്റ് കൊടുക്കൂലേ? ഹോൾഡ് ഫാസ്റ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസം എന്ന് പറയുന്നത് വിൻഡോയുടെ കേസിൽ, ഓക്കെ, വിൻഡോ ഫ്രെയിമിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വിൻഡോ ഫ്രെയിമിനെ നമ്മൾ വെർട്ടിക്കലായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യാനാണെങ്കിലോ അതിന് പറയുന്ന പേരാണ് ഏത്? മുല്യൺ. ഓക്കെ, മുല്യൺ. വെർട്ടിക്കലായിട്ടാണെങ്കിൽ നമ്മൾ മുല്യൺ എന്ന് പറയുന്നു. ഇനി ഹൊറിസോണ്ടലായിട്ടാണെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസം എന്ന് പറയുന്നു. ഓക്കെ, ഇനി സില്ലെന്ന് പറഞ്ഞാൽ എന്താണെടാ? സില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു വിൻഡോ ഫ്രെയിമിൻ്റെ താഴെയുള്ള പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സില്ലെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ വുഡൻ പീസ് ഫിക്സ്ഡ് ടു സപ്പോർട്ട് എൻഡ് ഓഫ് ട്രസ് ഈസ് കോൾഡ്. ഓക്കെ, വുഡൻ പീസ് ഫിക്സ്ഡ് ടു സപ്പോർട്ട് എൻഡ് ഓഫ് റൂഫ് ട്രസ്. ഓക്കെ, എൻഡ് ഓഫ് ട്രസ്സിൻ്റെ എൻഡിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വുഡൻ പീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ പർലിൻ ഉണ്ട്, ടെംപ്ലേറ്റ് ഉണ്ട്, വാൾ പ്ലേറ്റ് ഉണ്ട്, റാഫ്റ്റർ ഉണ്ട്. ഏതാണ് ആൻസർ? ഏതാണ്? റൂഫ് ട്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ട്രസ്സിൻ്റെ എൻഡാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, ടെംപ്ലേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് മാറിപ്പോയല്ലോ. ട്രസ്സിൻ്റെ എൻഡിൽ വരുന്ന സപ്പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, ട്രസ്സിൽ ടി ഉണ്ട്, ടെംപ്ലേറ്റിലും ടി ഉണ്ട്. സോ അങ്ങനെ ഓർമ്മിക്കുക. ഓക്കെ, ട്രസ്സിൻ്റെ എൻഡ് സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, ടെംപ്ലേറ്റ് ആണ്. ഇനി വാൾ പ്ലേറ്റ് ആണെങ്കിലോടാ, വാൾ പ്ലേറ്റ് നമ്മൾ എവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കോമൺ ഡ്രാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വാൾ പ്ലേറ്റ്. ഓക്കെ, കോമൺ ഡ്രാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വാൾ പ്ലേറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതൊരു ട്രസ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു ട്രസ് ആണെങ്കിൽ ഈ
മെമ്പറിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഈ മെമ്പറിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിലുള്ള ഇംഗ്ലണ്ട് മെമ്പറിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൂഫിൻ്റെ ഇംഗ്ലണ്ട് മെമ്പർ ഏതാണ്? അതിനാണ് റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇംഗ്ലണ്ട് മെമ്പർ ഏതെന്ന് ചോദിച്ചാൽ അതാണ് റാഫ്റ്റർ വരുന്നത്. ഇനി പർലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർലിൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പറാണ് അല്ലേ? പർലിൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പറാണ്. അത് എന്തിനെയൊക്കെ കണക്ട് ചെയ്യും? കോമൺ ഡ്രാഫ്റ്ററിനെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിനെയും കണക്ട് ചെയ്യും. ഓക്കെ, കോമൺ ഡ്രാഫ്റ്ററിനെയും പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിനെയും കണക്ട് ചെയ്യും, അല്ലെങ്കിൽ റൂഫിനെയും ട്രസ്സിനെയും കണക്ട് ചെയ്യും. ഓക്കെ, റൂഫിനെയും ട്രസ്സിനെയും കണക്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. ഓക്കെ, അതാണ് പർലിൻ. പർലിൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ വാർണിഷ്? ഓക്കെ, വാർണിഷിൽ പ്രസൻറ്റ് അല്ലാത്തത്, വാർണിഷ് ഇല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ പിഗ്മെൻ്റ് ഉണ്ട്, ഡ്രൈയിങ് ഓയിൽ ഉണ്ട്, ടിന്നർ ഉണ്ട്, ആൻറ്റി സ്കിന്നിങ് ഏജന്റ് ഉണ്ട്. ഏതാണ് ആൻസർ? വാർണിഷിൽ ഇല്ലാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ പിഗ്മെൻ്റ് ആണ് ഇവിടെ വാർണിഷിൽ ഇല്ലാത്തതായിട്ട് വരുന്നത്. ഇവിടെ വാർണിഷിൽ ഉള്ളത് ഏതൊക്കെയാണ്? വാർണിഷിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് ഏതൊക്കെയാണ്? റെസിൻ ഉണ്ട്. ഓക്കെ, വാർണിഷിലുള്ളത് ഏതൊക്കെയാണ്? റെസിൻ ഉണ്ട്, അതുപോലെ തന്നെ സോൾവെൻ്റ് ഉണ്ട്. ഓക്കെ, റെസിൻ ഉണ്ട്, സോൾവെൻ്റ് ഉണ്ട്, ദെൻ ഡ്രയർ ഉണ്ട്, പിഗ്മെൻ്റ് ഉണ്ട്. ഓക്കെ, റെസിൻ, സോൾവെൻ്റ്, ഡ്രയർ ഇതൊക്കെയാണ് നമ്മുടെ വാർണിഷിലുള്ളത്. പിഗ്മെൻ്റ് ഇല്ല. നമ്മുടെ വാർണിഷിലുള്ളത് ഏതൊക്കെയാണ്? റെസിൻ, സോൾവെൻ്റ്, ഡ്രയർ. ഓക്കെ, റെസിൻ, സോൾവെൻ്റ്, ഡ്രയർ ഇത്രയും കാര്യങ്ങളാണ് ഏതിലുള്ളത്? വാർണിഷിലുള്ളത്. ഇനി ഇതിലുള്ള ഈ ഒരു ആൻറ്റി സ്കിന്നിങ് ഏജൻറ്റും അതുപോലെ ടിന്നർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സോൾവെൻ്റ് ആണല്ലേ? നമ്മുടെ ആൻറ്റി സ്കിന്നിങ് ഏജൻറ്റും ടിന്നർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സോൾവെൻ്റ് ആണ്. ദെൻ ഡ്രൈ ഓയിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രയർ ആണല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ കവറിങ് ഓർ കില്ലിംഗ് ഓഫ് ആൾ നോട്ട് ഇൻ വുഡ് സർഫേസ് ബൈ റെഡ് ലെഡ്? ഓക്കെ, റെഡ് ലെഡ് എന്നാണ്. ഓക്കെ, റെഡ് ലെഡ് ഏതാണ്? ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ കവറിങ് ഓർ കില്ലിംഗ് ഓഫ് ആൾ നോട്ട് ഇൻ വുഡ് സർഫേസ് ബൈ റെഡ് ലെഡ്? ഓക്കെ, ഓപ്ഷനിൽ ഫിനിഷിംഗ് ഉണ്ട്, നോട്ടിംഗ് ഉണ്ട്, സ്റ്റോപ്പിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്. ഏതാണ് ആൻസർ? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി നോട്ടിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ പ്രോസസ് ഓഫ് വാർണിഷിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? പ്രോസസ് ഓഫ് വാർണിഷിംഗ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏതൊക്കെ പ്രോസസ്സ് ഉണ്ട്? 4 പ്രോസസ്സ് ഉണ്ട്. ഏതൊക്കെയാണോ? 4 പ്രോസസ്സ് ഉണ്ട്. ആദ്യത്തേതാണ് പ്രിപ്പറേഷൻ ഓഫ് സർഫേസ്. ഓക്കെ, നമ്മുടെ ആ ഒരു വാർണിഷിങ്ങിൻ്റെ പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റെപ്പ് ഉണ്ട്? 4 പ്രോസസ്സ് ഉണ്ട്. ആദ്യത്തേത് പ്രിപ്പറേഷൻ ഓഫ് സർഫേസ് ആണ്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് സർഫേസ്. ദെൻ അടുത്തതാണ് നോട്ടിംഗ്. ഓക്കെ, നോട്ടിംഗ്. ദെൻ അടുത്തത് സ്റ്റോപ്പിംഗ്. ഓക്കെ, ദെൻ അടുത്തത് ഏതാണ്? കോട്ടിംഗ്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് സർഫേസ്, നോട്ടിംഗ്, സ്റ്റോപ്പിംഗ്, കോട്ടിംഗ് ഈ ഒരു 4 പ്രോസസ്സാണ് വാർണിഷിംഗ് എന്ന പ്രോസസ്സിൽ ഉള്ളത്. ഇവിടെ നമ്മൾ റെഡ് ലെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡ് ലെഡ് വെച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ സൈസ് നോട്ടിംഗ് അല്ലെങ്കിൽ ഓർഡിനറി നോട്ടിംഗ് എന്ന് പറയുന്നു. ഓക്കെ, റെഡ് ലെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സൈസ് നോട്ടിംഗ്. ഓക്കെ, സൈസ് നോട്ടിംഗ് അല്ലെങ്കിൽ എന്തോന്ന് പറയുന്നു? ഓർഡിനറി നോട്ടിംഗ് എന്ന് പറയുന്നു. ഓക്കെ, ഓർഡിനറി നോട്ടിംഗ് എന്ന് പറയുന്നു. റെഡ് ലെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സൈസ് നോട്ടിംഗ് അല്ലെങ്കിൽ ഓർഡിനറി നോട്ടിംഗ് എന്ന് പറയുന്നു. ഇനി ലൈം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ലൈം നോട്ടിംഗ് എന്ന് പറയുന്നു. ഓക്കെ, ലൈം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലൈം നോട്ടിംഗ് എന്ന് പറയുന്നു. ഇനി വാർണിഷ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, അതിനെ നമ്മൾ പാറ്റന്റ് നോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, വാർണിഷ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? പാറ്റന്റ് നോട്ടിംഗ്. ഓക്കെ, പാറ്റന്റ് നോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ സ്റ്റാൻഡേർഡ് മോഡുലാർ ബ്രിക്ക്. ഓക്കെ, സ്റ്റാൻഡേർഡ് മോഡുലാർ ബ്രിക്കിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 15 സെൻറ്റിമീറ്റർ ഉണ്ട്, 18 സെൻറ്റിമീറ്റർ ഉണ്ട്, 23 സെൻറ്റിമീറ്റർ ഉണ്ട്, 19 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഏതാണ് സ്റ്റാൻഡേർഡ് മോഡുലാർ ബ്രിക്ക്? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 19 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് എത്രയാണ്? 19/9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 19/9 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മുടെ നോമിനൽ സൈസ് ഏതാണ്? ബ്രിക്കിൻ്റെ നോമിനൽ സൈസ് എന്ന് പറയുന്നത് ഏതാണ്? 20/10 സെൻറ്റിമീറ്റർ ആണല്ലേ? 20/10 സെൻറ്റിമീറ്റർ ആണ്. ഇനി നോൺ മോഡുലാർ ആണെങ്കിലോ? നോൺ മോഡുലാർ സൈസ് ചോദിച്ചാൽ ഏതാണ്? നോൺ മോഡുലാർ സൈസ് എന്ന് പറയുന്നത് 23/11/7 സെൻറ്റിമീറ്റർ ആണ് നോൺ മോഡുലാർ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തമ്മിൽ മാറിപ്പോവല്. നമ്മുടെ ഓവർസിയർ എക്സാമിനൊക്കെ സ്ഥിരം കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ഇത് എളുപ്പമാണ്, എന്നാലും പലർക്കും മാറിപ്പോകാറുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്രിക്ക്, ഓക്കെ, സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ മോഡുലാർ സൈസ് ഏതെന്ന് ചോദിച്ചാൽ 19/9/9 സെൻറ്റിമീറ്റർ ആണ്. ഇനി നോമിനൽ സൈസ് എന്ന് പറഞ്ഞാൽ അതിൽ മോട്ടാർ തിക്നെസ്സോടെ കയറി വരും. ഓക്കെ, അപ്പോൾ നോമിനൽ സൈസ്, നോമിനലിൽ എം ഉണ്ട്, സോ മോട്ടാർ കയറി വരും. ഓക്കെ, നോമിനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് 20/10/10 സെൻറ്റിമീറ്റർ ആണ്. ഇനി നോൺ മോഡുലാർ സൈസ്, ഓക്കെ, നോൺ മോഡുലാർ സൈസ് എന്ന് പറഞ്ഞാൽ 23/11/7 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.